ഓസ്ട്രേലിയയിലേക്ക് ചെന്നു. അവിടെ നിറയെ പാമ്പാണ്, ഇൻസെക്ട്സ് ആണ്, എട്ടുകാലിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും വേണ്ടായിരുന്നു ഒക്കെ കഴിയുമ്പോഴത്തേക്കും പറയും കയ്യൊക്കെ തണുത്തിട്ട് വയ്യ അമ്മ, നമുക്ക് വീട്ടിൽ പോവാം. അവിടത്തെ സാലറി കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും കുറെ ആൾക്കാരെന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയിസ്. ഇറ്റ്സ് മീ റാണി. ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി UK-ലാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ UK-യിലെ അവസാനത്തെ ഒരു 5-6 ആഴ്ചയാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കുറേ ആൾക്കാരെന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എന്നോട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ മല്ലൂസ് എവിടെ ചെന്നാലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് അതുപോലെയാണോ നീ ഈ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ ഇക്കരെ നിന്ന് അക്കരെ പച്ചാന്നും പറഞ്ഞ് ഒരു ഓട്ടോ ആകുമോ ഇപ്പോൾ ഈ UK-ന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്? അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതിൽ. എന്തുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ആണ്. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിലെ ഒരു ചൂട് വേർപ്പ് അതിൽ നിന്നൊക്കെ ഓടി വന്നതാണ് ഈ UK-യിലേക്ക്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എക്സ്ട്രീം കോൾഡ് ആണ്. ഒരു 3-4 മാസം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അതാ ഒരു സമ്മറിന്റെ ടൈം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കോൾഡ് തന്നെയാണ്. അപ്പോൾ കോൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിനുള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കരയുന്ന അറ്റ്മോസ്ഫിയർ ആണ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സിൽ. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്ന് ഷോപ്പിങ്ങിന് പോകാനോ പോലും നമുക്കൊരു അത്ര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എപ്പം വേണമെങ്കിലും ഒരു മഴയൊക്കെ നമുക്ക് കിട്ടാം. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ. അപ്പം നാട്ടിലിരിക്കുമ്പോൾ നമ്മൾ വല്ലോ മണാലിയിലേക്കോ അതല്ലെങ്കിൽ കാശ്മീരോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോയിട്ട് ഈ മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് കളിക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ ഈ ഇമേജസിലൊക്കെ കണ്ടിട്ട് ഇങ്ങ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം എൻ്റെ 3-ാമത്തെ വർഷം ഇവിടെ. ഫസ്റ്റ് ഇയറിൽ ഞാനും പുറത്ത് പോയി മഞ്ഞൊക്കെ വാരുന്നു, എറിയുന്നു, കളിക്കുന്നു, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും വേണ്ടായിരുന്നു. അങ്ങനെയായി 3-ാമത്തെ വർഷം ആയപ്പോഴത്തേക്കും ദൈവമേ മഞ്ഞ് കിട്ടല്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി ഇവിടെ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു കോൾഡ് എനിക്കിവിടെ വന്നതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 3 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പുറത്തൊക്കെ പോയി എപ്പോഴും തുള്ളിച്ചാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ പാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തണുപ്പത്ത് കോട്ടൊക്കെ ഇടിയിച്ചിട്ട് അവളെ പാർക്കിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര തുള്ളിച്ചാടിയാ പോണേ. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് ഓട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും പറയും കയ്യൊക്കെ തണുത്തിട്ട് വയ്യ അമ്മ, നമുക്ക് വീട്ടിൽ പോവാം. തിരിച്ച് വീട്ടിൽ വരാം, ഇതിനുള്ളിലിരിക്കുക, എന്തെങ്കിലും വീഡിയോസ് കാണുക, അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പൊ നാട്ടിലെ ആ ഒരു പുറത്തു പോയി കളിച്ച് എല്ലാവരെയും കൊടുത്ത് നടക്കണ ആ ഒരു കാര്യം ഇവിടെ പോസിബിൾ ആയിട്ട് എനിക്ക് അധികം തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബേസിക്കലി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവിടുത്തെ സാലറി കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും സാലറി ഒബ്വിയസ്ലി കൂടുതൽ ഓസ്ട്രേലിയയിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണത്. UK-യിലേക്ക് വരാനുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ വന്നാലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എക്സ്പെൻസ് എങ്ങനെയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എങ്ങനെയാണ്, അതൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും UK-യിൽ എങ്ങനെയാണ് നമുക്ക് സേവിങ്സ് പറ്റുക എന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ സേവ് ചെയ്തില്ല എന്നല്ല, ഞാൻ എൻ്റെ നാട്ടിലെ സ്റ്റുഡൻറ് ലോൺ തന്നെ അടച്ചു തീർത്തു. അതുപോലെ തന്നെ നാട്ടിലേക്ക് നമുക്ക് ക്യാഷ് അയക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ വണ്ടിയൊന്നും വാങ്ങിച്ചില്ല, പക്ഷെ നാട്ടിൽ എനിക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റി. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റി. എനിക്കൊരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റി. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒരു ഓഫർ ലെറ്റർ ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ഓഫർ ചെയ്തിരിക്കുന്ന സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിക് സാലറി തന്നെ എനിക്കിവിടെ കിട്ടുന്ന സാലറിയുടെ ഓൾമോസ്റ്റ് ഡബിൾ ആണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സേവിങ്സിന് കുറച്ചുകൂടി ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. UK പോലെ തന്നെ ഓസ്ട്രേലിയ എക്സ്പെൻസ് അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്. അത് പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെ അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ അഡ്ലൈഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് അത്ര സിഡ്നി മെൽബൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. എങ്കിൽ പോലും അതൊരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് അത്ര എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലമല്ല. സ്റ്റിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസത്തെ അക്കോമഡേഷൻ അവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആയത് ഒരു 1700 പൗണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്സ്ഫോർഡാണ്. അതൊരു ഇത്തിരി ക്ലാസി ഏരിയ ആണ്. അപ്പോൾ 1500 പ്ലസ് എൻ്റെ അതർ എക്സ്പെൻസസ്, അതായത് അതർ യൂട്ടിലിറ്റി ബില്ലെല്ലാം കൂടെ ഞാൻ ഒരു 2000 പൗണ്ട്സ് ഇവിടെ അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയേ നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ സാലറി സെയിം എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഒബ്വിയസ്ലി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എവിടെയാണ്? ഓസ്ട്രേലിയയിൽ. ഇനി മൂന്നാമതൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഹൗസിങ് എങ്ങനെയാണെന്നുള്ളത്.
അതായത് ഞങ്ങളിതുവരെ ഒരു വീടൊന്നും വാങ്ങിച്ച് സെറ്റിൽ ആയിട്ടില്ല. അപ്പോൾ അതിനൊരു പ്ലാനൊക്കെ ഉള്ളൊരു ആൾക്കാരാണ് ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ. അപ്പോഴത്തേക്കും നമുക്കൊരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ രണ്ടുപേരും ഫുൾ ടൈം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സാലറി സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അഫോർഡ് ചെയ്യാം, ബാങ്കിൽ നിന്ന് എത്രത്തോളം ലോൺ കിട്ടും എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങളൊരു സാലറി സ്കെയിൽ അനുസരിച്ച് എനിക്കിവിടെ മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീട്, ഒരു ടെറസ്ഡ് വീട്, അതായത് കുറേ വീടുകൾ ഇങ്ങനെ സെയിം മേൽക്കൂരയുടെ അടിയിൽ ഇങ്ങനെ അതിലൊരു വീടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ മാക്സിമം ഒരു സെമി ഡിറ്റാച്ച്ഡ് അങ്ങനെ ഒരു വീടായിരിക്കും എനിക്കിവിടെ അഫോർഡബിൾ ആയിട്ടുള്ളത്. അത് കുറച്ചൊരു ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വില കുറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അത് പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ അതുകൊണ്ട് ചിന്തിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സൗകര്യത്തിലൊരു വീട് വാങ്ങിക്കാൻ നമ്മൾ ഓസ്ട്രേലിയ പോലൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു വീട് കുറച്ചുകൂടെ സ്ഥലമൊക്കെ ആയിട്ട് ഇൻ കേസ് ഇനി വേണമെങ്കിൽ നമുക്കൊരു വീട് പണിയാനുള്ള ഒരു ഓപ്ഷൻ പോലും നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആയി ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹസ്ബൻഡിന് കുട്ടിക്ക് അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇൻഡിപെൻഡൻറ്റ് സ്കില്ല് മൈഗ്രേഷൻ വിസ യു കെയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രജിസ്ട്രേഷൻസ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓൾറെഡി ജോബും എല്ലാം സെക്യൂർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി PR കൂടിയാണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തുക നിങ്ങൾ ഇവിടുന്ന് മുടക്കിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഒബ്വിയസ്ലി ഞങ്ങൾ അതിന് വേണ്ടി മുടക്കിയ നിയർലി 4000 പൗണ്ട്സ് അതിനുവേണ്ടി ആയിട്ടുണ്ട്. അതേസമയം 5 വർഷം ആയതിനു ശേഷമാണ് യു കെയിൽ എനിക്ക് ഒരു PR അപ്ലൈ ചെയ്യാൻ പറ്റുക. ആ സമയത്ത് ഞാൻ എനിക്കും ഹസ്ബൻഡിനും കുട്ടിക്കും വേണ്ടിയിട്ട് നിയർലി 5000 to 6000 ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിലവ് തന്നെ എനിക്ക് PR കിട്ടാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നന്നായിട്ട് അവെയർ ആണ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 hour ഷിഫ്റ്റാണ് നമുക്കുള്ളത്. അതായത് ഏർലി, ലേറ്റ്, നൈറ്റ് അങ്ങനെ 3 ഷിഫ്റ്റാണ്. അപ്പം നമ്മുടെ പാർട്ട്ണർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനീഷ്യലി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീവുകളെ പറ്റി ആൾക്കാർ പറയും, നീ അവിടെ ചെന്നാൽ അവിടെ ലീവുകളൊന്നുമില്ല, ജസ്റ്റ് യു കെയിലെ ആയിരുന്നു ലീവുകളെ സംബന്ധിച്ചിട്ട് നല്ലതെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട്. കാരണം നമ്മുടെ മറ്റേണിറ്റി ലീവ് കൂടുതൽ യു കെയിലാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സിക്ക് ലീവ് അത് കൂടുതലായിട്ട് യു കെയിലാണുള്ളത്. ലിമിറ്റഡ് ആയിട്ടുള്ള സിക്ക് ലീവാണ് ഓസ്ട്രേലിയയിലുള്ളത്. പക്ഷേ ആനുവൽ ലീവ് എന്ന് പറയുന്നത് 7 weeks യു കെയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും സെയിം ആണ്. പിന്നെ ആൾക്കാർ മെയിൻലി പറയുന്ന ഒരു കാര്യമുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് ചെന്നു അവിടെ നിറയെ പാമ്പാണ്, ഇൻസെക്ട്സ് ആണ്, എട്ടുകാലിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് ഞാൻ മടുത്തു. അതും പോരാനായിട്ട് ഇപ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ അവിടെ പാമ്പിനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ പറയാനുള്ള ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 28 വർഷം ഇന്ത്യയിൽ ജീവിച്ച ആളാണ്. എൻ്റെ പറമ്പിൽ ഞാൻ പാമ്പിനെ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ മുറ്റത്ത് ഞാൻ പാമ്പിനെ കണ്ടിട്ടുണ്ട്, വീടിനകത്ത് ഞാൻ എട്ടുകാലിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ അവിടെ ചെന്നാലും ഞാൻ കാണുമായിരിക്കാം, കാണില്ലായിരിക്കാം. അത് അത്രയ്ക്ക് അങ്ങ് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് പേര് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ അനുസരിച്ച് നാട്ടിലെങ്ങനെയാണോ അത്രയൊക്കെ ഒരു സീനേ ഇവിടെ ഉള്ളൂ. പിന്നെ ചൈൽഡ് കെയർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, സ്കൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് യു കെ, ഓസ്ട്രേലിയ ഒക്കെ നമുക്ക് സെയിം ആയിട്ടൊക്കെ തന്നെ പോകും. യൂണിവേഴ്സിറ്റീസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ളത് ഓസ്ട്രേലിയയിലും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങ് നടന്നു പോയിക്കോളും. അതിനെ പറ്റിയിട്ടൊന്നും ഞങ്ങളിപ്പോൾ വറീഡേ അല്ല. അപ്പോൾ എനിവേ ഇപ്പോൾ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് May 6 May 6 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പറക്കും. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഭയങ്കര ജെനുവിനായിട്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഓസ്ട്രേലിയയിൽ എന്താണ് എന്നുള്ളത് ഞാൻ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.